യേശു എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. കഴിവല്ല, കൃപയല്ല, എൻ്റെ മഹത്വമല്ല. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ നൈനിലെ വിധവയുടെ മകനെ തൊട്ടിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്: എഴുന്നേൽക്കുക. ഹല്ലേലൂയ. പ്രയാസത്തിൻ്റെ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ എനിക്കൊന്നും മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ലേ. അവനെ പോഷണത്തിൽ എന്തും ചെയ്യുവാനാരുമില്ലേ. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ല. അവനെ പോഷണത്തിൽ എന്തും ചെയ്യുവാനാരുമില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. Those who are humble will be honored. ഓ സ്തോത്രം. ദൈവസ്ഥാൻ തന്നിൽ താണിരുന്നാൽ, കർത്താവിന്റെ ബലമുള്ള കൈത്തിൽ താണിരിക്കുക, എന്നാൽ അവ തക്ക സമയത്ത് തന്നെ ഉയർത്തും. ഹല്ലേലൂയ. Hidden talents will be exposed. Hallelujah. From this year onwards. Hallelujah. Only Jesus is aware of your seemingly impossible situation. നിന്റെ ജീവിതത്തിന് മുമ്പിലുള്ള അസാധ്യമായത്, നിന്നെ കൊണ്ട് സാധിക്കുവാൻ പറ്റാത്തത്, അത് ഒരുത്തനറിയാം. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. തൃപ്തി വെക്കുവാനും അധികം വെക്കുവാനും it is possible with God. He will do greater works in your life so that the finance will come to you. Don't go after finance, it will come to you. He always has a plan for our seemingly impossible situation. Number one, he is aware of our seemingly impossible situation. അത് അവൻ അറിയുക മാത്രമല്ല, he has a plan, he has a master plan for your seemingly impossible situation. There is a master plan with Jesus. Oh stotram, there is a master plan with Jesus to bless you and your household. അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു ദൈവം. നമ്മൾ ഇന്ന് അസാധ്യമെന്ന് പറയുന്നത് പലതും സാധ്യമാക്കുന്ന ഒരു ദൈവം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നടക്കത്തില്ല. പക്ഷെ ഇന്ന് നടന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ നാളുകളെ ഇന്ന് ആക്കി മാറ്റുന്നത് കർത്താവ്. നമ്മുടെ നാളുകളെ ഇന്നാക്കി മാറ്റുന്നത്, നമ്മളോട് പറഞ്ഞ പലതും നമ്മൾ വിശ്വസിക്കാത്ത പലതും, നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തത് പലതും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനായി